ആന ഭയങ്കര മാനാണ്. ആന വന്നിട്ട് അതേ വന്ന് നാദാവിന്റെ തെങ്ങിനെ തട്ടിയിട്ടുണ്ട്. നിന്ന് പുലർച്ചിട്ട് ആന വന്നിട്ട് ഭയങ്കര ശല്യാണ് ആനെ കൊണ്ട്. ഞങ്ങള് നായുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി ഒരു അര സമാധാനമാണ്. നായുള്ളത് കൊണ്ട് ഇത്തിരി അങ്ങനെ ഒരു വിധം പോകും. ആനയാണ് ഇപ്പൊ ഒരുപാട് പേടി. പന്നിനെ കൊണ്ട് കിഴങ്ങുകളൊക്കെ കുത്തി കളിച്ച് നിർത്തുക കാരണം അതിന് വലിയ പേടിയില്ല. മാനാണ് കൂട്ടത്തോടെ വരും. ഇപ്പൊ പോയി നോക്കി ഞങ്ങള് കാട്ടിൽ നിറയെ കിടക്കുന്നുണ്ടാവും. ബാക്കിൽ പോയാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സൈഡ് കൂടെ അവിടെയാണ് കിടക്കുന്നത്. മുകളില് പോയി നോക്കിയാലോ ചേച്ചി? കൂട്ടം വരും. ജസ്റ്റ് പോയി ഇങ്ങനെ വരും. എല്ലാം അവിടെ നിന്ന് ഇളകി അങ്ങോട്ട് നല്ല വരും. ആളില്ലാത്തപ്പോ വരുന്ന അങ്ങനെ വന്നത് അവിടെ ഒക്കെ ഒന്നും വെക്കാൻ തരില്ല. ഞാൻ ഇവിടെയൊക്കെ കൃഷി എടുത്താണ്. പയർ കൃഷി എടുത്താണ്. പയറും വെണ്ടിക്കും ഒക്കെ കൃഷി എടുത്താണ്. ഒന്നും ചെയ്യാൻ തരുന്നില്ല. വീട്ടിൽ അവിടെ ഈ ഉമ്മാർത്തൊക്കെയും വന്ന് തിന്നുന്നു. ഈ ചെന്നാല് ചന്തയുള്ള ചെടികൾ കംപ്ലീറ്റും തേയില കഴിഞ്ഞു. നായുള്ളത് കൊണ്ട് ഇത്തിരി ഒരു സമാധാനമാണ്. മാനിനെ പോയി കണ്ടാലും ചേച്ചി ഒന്ന് ജസ്റ്റ് ഓടാൻ കഴിയൂലോ. ഓടൊന്നും കാട്ടൊന്നുമില്ലല്ലോ. നമ്മളെ കാണും. കൊറേ പോണോ ചേച്ചി? കൊറേ പോണോ? പോയി നോക്കടേ. നിങ്ങക്കതറിയില്ലല്ലോ. ഞങ്ങള് ഡെയിലി കാണുക കാരണം അതിന് വലിയ വിഷയമല്ല. നിങ്ങക്ക് ശല്യാവൂലേ? നിങ്ങക്ക് ശല്യാവും അതുകൊണ്ട് മാനെ കൊണ്ട്. ചേച്ചിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ എല്ലാരും അറിയും. അത് കുട്ടികളെന്നെ നോക്കുള്ളൂ. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കുട്ടികളും ഇല്ല. കുട്ടികളെ യൂട്യൂബിലൊക്കെ